പുതുതായി നിയമിതരായ ക്യാപ്റ്റന്മാരായ അക്ബർ, ആര്യൻ, നെവിൻ ഇവരോട് 3 പേരോട് അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ടോയ്ലറ്റിൽ കയറുന്നവർ തിരിഞ്ഞൊന്ന് നോക്കുക. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തിരിഞ്ഞൊന്ന് നോക്കിയാൽ വൃത്തികേടുകൾ ഉണ്ടാവത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളാരും ചെറിയ കുട്ടികളോ ഒന്നുമല്ല ഇത്രയും ഫ്ലഷ് അടിക്കാൻ മറന്നു പോയിട്ട് അതിനകത്ത് നിന്ന് ഇറങ്ങി ഇനി തിരിച്ചു പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ചെല്ലുന്നവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ് എന്ന് അനുമോൾ പറഞ്ഞതും ഇവർ 3 പേരും കൂടി അനുമോൾക്ക് നേരെ അങ്ങോട്ട് കളിയാക്കൽ തുടങ്ങി. ഇവർക്കൊപ്പം ചേരാനായിട്ട് ഷാനവാസ് ഇവരെ നിയമിതനായ ആ സമയം മുതൽ ഷാനവാസിൻ്റെ നിറം മാറിയെന്ന് വേണം പറയാൻ. ഷാനവാസ് അനുമോൾ എന്ത് പറയാനായിട്ട് എണ്ണീറ്റാലും ആദ്യം സോഫയിൽ ഇരുന്ന സമയത്തും അനുമോൾ എന്തെങ്കിലും പറയുമ്പം അതിൻ്റെ സൈഡിലിരുന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നോണം ഷാനവാസ് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അനുമോൾ പറഞ്ഞു താൻ പോടോന്നൊക്കെ അനുമോൾ പറഞ്ഞു. അനുമോൾ ആര് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയാലും ഫ്ലഷ് ചെയ്യാനായിട്ട് അനുമോൾ കയറുമെന്ന് ഒരു തമാശ രൂപേണ ആദ്യം ഷാനവാസ് പറഞ്ഞു. അത് അനുമോൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് പോട്ടെ, അത് കഴിഞ്ഞിട്ടാണ് അനുമോൾ ഇത് പറയാനായിട്ട് വന്ന് നിന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് അനുമോൾ ലെഫ്റ്റിൽ വന്നിട്ട് ഷാനവാസ് നിൽക്കുകയാണ്. അനുമോൾ പറയുന്നതിൻ്റെ താളം ചവിട്ടാനെന്നോണം. ഈ ഷാനവാസ് എന്തിനാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 3 പേരും ഒറ്റ കൈയാണ്. പുതിയതായി നിയമിതരായ 3 ക്യാപ്റ്റന്മാരുടെയും കയ്യിൽ നിന്ന് പണി കിട്ടാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്നോണമാണ് അവരുടെ ശത്രുവായ അനുമോൾ എന്തെങ്കിലും പറയാൻ വന്ന് നിൽക്കുമ്പം അനുമോളെ കളിയാക്കുന്ന രൂപേണ ഷാനവാസ് വന്നിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാനവാസിൻ്റെ ഈ നിലപാട് ഒരാൾക്കും ഇഷ്ടപ്പെടാത്തതാണ്. ആ ലൈവ് കാണുന്ന ഒരാളും ഇഷ്ടപ്പെടത്തില്ല. കാരണം അനുമോൾ ഷാനവാസിനെ ഒന്നും പറയുകയോ ഒന്നും ചെയ്തില്ല. പിന്നെ ബാക്കി ആർക്കും ഒരു പ്രശ്നവുമില്ല. ഷാനവാസിന് മാത്രം എന്താണ് ഇത്രയും പ്രശ്നം? ടോയ്ലറ്റിലോട്ട് ആര് കയറിയാലും തിരിച്ചിറങ്ങുമ്പം തിരിഞ്ഞൊന്ന് നോക്കണമെന്ന് അനുമോൾ പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റുള്ളത്? അത് കറക്റ്റ് കാര്യമല്ലേ? കഴിഞ്ഞ വീക്കിൽ ആരോ കയറിയിട്ട് ഫ്ലഷ് അടിക്കാഞ്ഞതിൻ്റെ ഒരു വിഷയം ഉണ്ടായതാണ്. അപ്പോൾ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് അനുമോൾ അത് പറഞ്ഞത്. ഇവർ 3 പേരും അനുമോൾ എങ്ങനെ തിരിഞ്ഞ് നോക്കേണ്ടത്, ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ മതിയോ, അങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ മതിയോ എന്നും പറഞ്ഞ് അക്ബറൊക്കെ ശരിക്കും അനുമോളെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടിയുള്ള ഒരു ക്യാപ്റ്റൻസി ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ കഠിനമാവുന്നത് അത് അനുമോൾക്ക് നേരെ ആയിരിക്കുമെന്നാണ് നമ്മുടെ ഒരു ധാരണ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ 3 പേരുടെയും പൊതുവായിട്ടുള്ള ഒരു ശത്രുവാണ് അവിടെ അനുമോൾ. ഈ വീക്കിൽ അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അനുമോളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കഠിന ദിവസങ്ങൾ മാത്രമായിരിക്കും. കാരണം ഇവർ മനഃപൂർവ്വം ഇവരല്ലാഞ്ഞിട്ട് പോലും ഇവർ ക്യാപ്റ്റൻ അല്ലാതിരുന്ന സമയത്തും അനുമോളെ ഒരുപാട് ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ്. പിന്നെ ഇവർ ക്യാപ്റ്റനും കൂടെ ആയാൽ പറയേണ്ടതില്ലല്ലോ.